Meet the editors. പോലീസിന് മെല്ലെപ്പോക്കു എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ 10 വർഷം മുമ്പാണ് 2015 ജനുവരിയിൽ കലൂർ കടവന്ത്ര ഭാഗത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചു എന്ന ഒരു വാർത്ത ഈ ഷൈൻ ടോം ചാക്കോയും കൂടെ ഉണ്ടായിരുന്ന 4ഓളം സ്ത്രീകളും ഉപയോഗിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നതും അതിൽ ഷൈൻ ടോം ചാക്കോയെ ജയിലിലടയ്ക്കുന്നതും. പക്ഷേ പിന്നീട് അത്ഭുതകരമായി ഷൈൻ ടോം ചാക്കോയും സംഘവും ആ കേസിൽ നൂരിപ്പോരുന്നതാണ് നമ്മൾ കണ്ടത്. സുൽത്താനയുടെ മൊഴിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും താൻ ഹൈബ്രിഡ് കഞ്ചാവ് വിറ്റു എന്ന മൊഴി വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോഴിതാ വിൻസിയും പറയുന്നു വെളുത്ത പൊടി തുപ്പിയ ആ നടനെക്കുറിച്ചുള്ള പരാതിയിൽ അത് ഷൈൻ ടോം ചാക്കോയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ഏകദേശം 72 മണിക്കൂർ ആവാൻ പോകുന്നു. ഇതുവരെയും എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. പോലീസിൻ്റെ ഇത് മെല്ലെപ്പോക്കാണ്. നോക്കൂ, ഈ വിഷയത്തിൽ പോലീസിൻ്റെ മെല്ലെപ്പോക്കുണ്ട്. പോലീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മെല്ലെപ്പോക്കുള്ളത്, പല തലങ്ങളിൽ ഈ വിഷയത്തിൽ മെല്ലെപ്പോക്കുണ്ടായിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ MP രാജേഷ് മാധ്യമങ്ങളെ കണ്ടിട്ടൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചെറിയ കണക്കല്ല കേട്ടോ. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഒരു മാസമായി ഈ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു കണക്കാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, അതുവഴി ജനങ്ങളോട് പറഞ്ഞത്. നോക്കൂ, കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ 1,17,000 വാഹന പരിശോധനകളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. നമുക്ക് ആകെ 14 ജില്ലകൾ മാത്രമേ ഉള്ളൂ, ചെറിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ഏതാണ്ട് ഒരു ദിവസം ഒരു 3,500-4,000 വാഹനങ്ങൾ നിരന്തരം പരിശോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കണക്കായിട്ട് ഞാൻ കാണുന്നില്ല. 1,17,000 വാഹനങ്ങൾ പരിശോധിച്ചു. ഏതാണ്ട് 14,000-ഓളം റെയ്ഡുകൾ ലഹരി വേട്ടയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. 10,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3,000 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയായ മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കണക്കാണ്. അത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ലെന്ന് മാത്രവുമല്ല, കഴിഞ്ഞ 2 ആഴ്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വാർത്താ സമ്മേളനങ്ങളുടെയും ഒരു മേജർ ഷെയർ എന്ന് പറയുന്നത് സർക്കാർ ഈ ലഹരി വിരുദ്ധ വേട്ടയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ വിശദീകരിക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമുക്കറിയുന്നത് പോലെ എക്സൈസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പോലീസിൻ്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നൊരു പദ്ധതിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ സംസ്ഥാനത്ത് സർക്കാർ മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വലിയ മുൻകൈ കൊടുക്കുന്നുണ്ട്. അത്തരം ഇനിഷ്യേറ്റീവുകൾ സംസ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് മെല്ലെപ്പോക്ക്, ഏതൊക്കെ തലത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ സംഭവത്തിൻ്റെ ടൈം ലൈൻ തന്നെയാണ്. നോക്കൂ, 2024 നവംബറിലാണ് ഈ വിൻസി അലോഷ്യസ് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് മലപ്പുറത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാണ് നടന്നത്? 2024 നവംബറിൽ, അതായത് 6 മാസം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ നേരത്തെ സർക്കാർ തീരുമാനിച്ച പ്രകാരം ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ വനിതകളുണ്ടായിരുന്നല്ലോ. ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിലേക്ക് ഈ പരാതി പോയിട്ടുണ്ടല്ലോ. ആ പരാതി പോയിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇൻറ്റേർണൽ കമ്മിറ്റി ചട്ടപ്രകാരം ചെയ്യേണ്ടത്? അവർ ആ പരാതി സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കണം, എന്നിട്ട് അതിൻ്റെ ഒരു നടപടി ശുപാർശ ചെയ്യണം. ആ നടപടി ആർക്ക് ശുപാർശ ചെയ്യണം? ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് സെല്ലിന് ശുപാർശ ചെയ്യണം. എന്നാൽ ഈ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ലല്ലോ. എന്താ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ വിൻസി അലോഷ്യസ് ഈ പരാതി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഇന്ത്യൻ കമ്മിറ്റി അത് കേട്ടു എന്നുള്ളതും ശരിയാണ്. പക്ഷേ എന്താ നടന്നത്? അവിടെ പോയിട്ട് സംവിധായകൻ വിൻസിയോട് മാപ്പ് പറഞ്ഞു, എന്നിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഷൈൻ ടോം ചാക്കോയോട് പറഞ്ഞു ഇനി സെറ്റിൽ മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ ഒരു ഗതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവോൾവ് ചെയ്യുന്നൊരു വ്യവസായം കൂടിയാണല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും, അത് വലിയ വിഷയമായി മാറും. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംവിധായകൻ ഒരു ഗതികേടിൽ പോയിട്ട് ഈ പറയുന്ന, അപ്പോഴും അയാൾ ഷൈൻ ടോം ചാക്കോയെ വാൺ ചെയ്യുന്നില്ല കേട്ടോ, പോയിട്ട് ഇനി മുതൽ മാന്യമായിട്ട് സെറ്റിൽ പെരുമാറണം എന്ന് മാത്രമാണ് പറയുന്നത്. അതോടെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ മെല്ലെപ്പോക്ക് അവിടെയാണ് സംഭവിക്കുന്നത്. ഈ ഇന്ത്യൻ കമ്മിറ്റി എന്താണ് അവിടെ ചെയ്തത്? ഇന്ത്യൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്താണ്? അവരത് നിർവഹിക്കണമല്ലോ, അവരത് കൃത്യമായിട്ട് ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിക്കുകയും ആ നടനെതിരായിട്ട് നടപടിയെടുക്കുകയും ചെയ്യണമായിരുന്നല്ലോ. ആ നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ മെല്ലെപ്പോക്കെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ 2015 കൊക്കൈൻ, കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസല്ലേ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ഇൻവോൾവ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ്. ആ കൊക്കൈൻ കേസ് സംഭവിക്കുന്നത് 2015 ജനുവരി 30-നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് 10 വർഷമായി നടന്നു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരിയിലാണ് കോടതി വിധി വരുന്നത്. ആ കോടതി വിധിയിൽ അദ്ദേഹത്തെ അടക്കമുള്ള പ്രതികളെല്ലാം വെറുതെ വിട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ആയിട്ട് ആ വിഷയം സമൂഹത്തിലുണ്ടല്ലോ. അതുകൂടാതെ കഴിഞ്ഞ 10 വർഷമായി എന്തൊക്കെ പെർഫോമൻസാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ നടത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ എല്ലാ അപ്പിയറൻസിലും താനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണല്ലോ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പല പരാതികളും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താണ് സിനിമാ സംഘടനകൾ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? സിനിമാ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലേ? അത് FK ആണെങ്കിലും അത് അമ്മയാണെങ്കിലും ഏത് സിനിമാ സംഘടനയാണെങ്കിലും അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്ത് നടപടിയാണ് അവർ സ്വീകരിച്ചത്? അയാളൊന്ന് വാൺ ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ? എന്ത് സിനിമാ സംഘടനകളാണിത്? അപ്പോൾ ആ അർത്ഥത്തിൽ
അവിടെയും മെല്ലെപ്പോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാപ്പൻ ടു ബി ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണല്ലേ, വിൻസി അലോഷ്യസിൻ്റെ ഈ പരാതി വരുന്നു. ആ പരാതിയുടെ അടുത്ത ദിവസമാണ് ഒരു റെയ്ഡ് നടക്കുന്നത് ഡാൻസാഫിൻ്റെ. ആ റെയ്ഡ് നടക്കുമ്പോഴാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ നമ്മൾ ഈ കേട്ട കഥയനുസരിച്ച് മൂന്നാം നിലയിൽ നിന്ന് ചാടിയോടി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. ഇവിടെ പോലീസ് എന്താ ചെയ്തത്? ഷൈൻ ടോം ചാക്കോയുടെ പേര് ഈ രജിസ്റ്ററിൽ കാണുന്നുണ്ട് അവർ. ആ രജിസ്റ്ററിൽ കാണുമ്പോഴാണ് അവിടെ പോയിട്ട് മുട്ടി വിളിക്കാൻ തീരുമാനിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, 2015 കൊക്കൈൻ കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, പോലീസ് ആ കേസിൽ നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ. എന്താണ് കോടതി പറഞ്ഞത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ കേസ് തോൽപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്. പോലീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ് ഈ 2015 കേസ് എടുത്ത് കോടതി കളയുന്നത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? നിങ്ങൾ ഒരു തരത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങളും ഈ അന്വേഷണത്തിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 7 ഗ്രാം കൊക്കൈൻ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. അതുപോലെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വേണം ഈ പറയുന്ന മഹസർ തയ്യാറാക്കാൻ, അത് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താ അറിയോ, അവിടെ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരുടെയും പിന്നീട് അവിടേക്ക് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരിക്കുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? നിങ്ങളൊരു കേസ് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ പോയിട്ട് രണ്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ചർച്ചയൊന്നുമില്ലേ? നിങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയൊന്നുമില്ലേ? അപ്പോൾ എന്താണ് മനഃപൂർവ്വമായി ഈ കേസ് പോലീസ് തോറ്റു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിചിത്രകരമായ കാര്യം. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കേസിൽപ്പെട്ട ആൾ കോടതിയിൽ നിന്ന് മുഖമടച്ച് അടികിട്ടിയ പോലീസ് ഈ കേസിലെ പ്രതി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മുൻകരുതലും എടുക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു കോർഡൺ ഓഫ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ആ ഗേറ്റിൻ്റെ എവിടെയെങ്കിലും പോലീസുകാരെ നിർത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു മുൻകരുതലും നടത്തുന്നില്ല. എന്നിട്ട് തട്ടി വിളിക്കുമ്പം ഇയാളങ്ങ് ചാടി ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹസമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ആ മുൻകരുതലില്ലെന്ന് മാത്രമല്ല, ഒരു പ്രതി ഓടിപ്പോയിട്ട് ഇത്ര ചെറിയൊരു ലൊക്കയിൽ നിന്ന് ആ പ്രതി എങ്ങോട്ടേക്കാണ് പോയത്? അടുത്തൊരു നക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തു. പിന്നെ അവിടുന്ന് തൃശ്ശൂരേക്ക് പോയി, ഫ്രം ദെയർ പൊള്ളാച്ചിയിലേക്ക് പോയി. ഇപ്പോൾ പൊള്ളാച്ചി എന്തോ ടവർ ലൊക്കേഷൻ കണ്ടിട്ട് അവിടെ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത്രയും വേഗത്തിലൊരു പ്രതിക്ക് അപ്രത്യക്ഷമാകാൻ കഴിയുന്നത്ര നിസ്സാരമായിട്ടുള്ള കരുത്തേ നമ്മുടെ പോലീസ് ഫോഴ്സിനുള്ളൂ. അപ്പോൾ പോലീസ് ഫോഴ്സ് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? അവിടെയും ഈ പറയുന്നൊരു മെല്ലെപ്പോക്ക്, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയുന്നത് പോലെ ഇനിയിപ്പോൾ നാളെ 3 മണിക്ക് അദ്ദേഹം ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത്. നാളെ 10 മണിക്ക് ഹാജരാകണമെന്നാണ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഇതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ. ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള രാസലഹരിയോ മദ്യമോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ബ്ലഡിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട് എങ്കിൽ അത് കണ്ടെത്താനൊരു സമയമുണ്ടല്ലോ. ആ സമയം മറികടക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണ്. ഈ കേസ് എവിടെ പോയി നിൽക്കും? നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഉദാഹരണമില്ലേ? ബഷീർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടില്ലേ? ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അതിനകത്ത് പ്രതിയായിട്ട് വന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലല്ലേ കൊണ്ടുപോയത്? നിമിഷങ്ങൾക്കുള്ളിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയില്ലേ? പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബ്ലഡ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേസ് എവിടെ പോയി നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിനൊരു സാഹചര്യം വെച്ച് കൊടുക്കുന്നു. അവിടെ ഒരു മെല്ലെപ്പോക്കില്ലേ? ഈ അർത്ഥത്തിലൊക്കെ ഈ കേസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഇതിനകത്ത് കേസില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലാക്കൽ പറയാം. നോക്കൂ, ഇപ്പം വിൻസി അലോഷ്യസ് വന്നിട്ട് 2 കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് രണ്ടും 2 കേസുകളാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, അയാൾ ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചതിന് ശേഷം ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ളതാണ്. ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നൊരു പെൺകുട്ടി വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചും പുതിയ BNS അനുസരിച്ചും നിങ്ങൾക്ക് അത്തരത്തിലൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്വമേധയാ കേസെടുക്കാം. ഒരു പോലീസ്, ഇഫ് യു ആർ ഹാവിങ് സച്ച് എൻ ഇൻഫർമേഷൻ, ദർ ഇസ് എൻ ആക്ട്. ആ ആക്ട് എന്താ പറയുക? നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആക്ട് ചെയ്തുകൊണ്ട് കേസെടുക്കാം. അത് ലൈംഗിക ചുവയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലൊരു പീഡാനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോലീസിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഇതിനകത്ത് ഇടപെടാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. രണ്ടാമത്തെ കാര്യം എന്താ? അയാളൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തുപ്പിക്കളഞ്ഞു എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അവിടെ ഒരു ലഹരി കേസുമുണ്ട്. അങ്ങനെ 2 കേസുകൾ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ എടുക്കാതിരിക്കുന്ന ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്നതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിയമവശം എനിക്കറിയില്ല. എൻ്റെ മനസ്സിലാക്കലിൽ അത്തരത്തിലൊരു സാധ്യത പോലീസിനുണ്ട് എന്ന് തന്നെയാണ്. അപ്പം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരു മെല്ലെപ്പോക്ക് പല തലങ്ങളിൽ, അത് സിനിമാ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഇന്റേൺ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ രീതിയിലുള്ള വീഴ്ചകളോടെ ഇപ്പോൾ നാളെ 3 മണിക്ക് ഹാജരാകുമെന്ന് വിചാരിക്കുക. ഒരു സാധനവും നമ്മുടെ അറിവിൽ അവിടുന്ന് കണ്ടെടുത്തിട്ടില്ല. പോലീസ് പറഞ്ഞിട്ടുണ്ട് ഒന്നും അവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ പറയുന്ന MDMA അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാസലഹരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അളവ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടന്റ് എത്ര ഉണ്ടാവുന്നുള്ളൂ. 1 ഗ്രാം
2 ഗ്രാം അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ 7 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഈ 7 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എത്രയുണ്ടെന്നേ, അതൊരാൾക്ക് പോക്കറ്റിലിട്ടിട്ട് എത്ര വേഗത്തിൽ ഓടി മറിയാം, അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? അപ്പോൾ പിന്നെ അവിടെ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മാത്രമല്ല പുറത്ത് നിൽക്കുന്നത് പോലീസാണെന്ന് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അവിടെ നിന്ന് ഓടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ അവിടെ നിന്ന് മാറ്റാനും അയാൾക്ക് എളുപ്പമാണ്. അതിന് തെളിവൊന്നും ഇല്ലെന്നേ. ഇതിപ്പം മദ്യമോ അല്ലെങ്കിൽ ഒരു ടേബിൾ ലാമ്പോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ ഒന്നും അല്ലല്ലോ എടുത്തുകൊണ്ട് ഓടുന്നത്. ഇത് കേവലം 1-2 ഗ്രാമുള്ള ഒരു കൊക്കൈനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെളിവൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ സെർച്ച് മെമ്മോയിൽ ഒന്നും തന്നെ തെളിവുകൾ പിന്നെ ഇല്ല. ഇനിയിപ്പം ഈ പറയുന്ന ബ്ലഡ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അതിപ്പോൾ നാളെ 3 മണിക്കാണ് അയാൾ ഹാജരാകുന്നെങ്കിൽ 72 മണിക്കൂർ താങ്കൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞിരിക്കുന്നു. നാളെ ആകുമ്പോഴത്തേക്ക് അത് 100 മണിക്കൂറാകും. 100 മണിക്കൂറിന് ശേഷം ഒരു തരി പോലും ബ്ലഡിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കേസ് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ആകപ്പാടെ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം എന്താണെന്നറിയാവോ? നിങ്ങൾ എന്തിനാണ് ഓടിയത് എന്നുള്ളതാണ്. സത്യത്തിൽ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഓടിയത് നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? മറ്റൊരർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കി. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനല്ലേ? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തോട് ഒരാൾ മോശമായി പെരുമാറുമോ? പോലീസ് മോശമായി പെരുമാറുമോ? സാധാരണ ആളുകളോട് പെരുമാറുന്നതൊക്കെ അല്ലല്ലോ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രിവിലേജ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് വാതിൽ തുറക്കാം, എന്നിട്ട് പോലീസിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അതിനനുസരിച്ച് അയാൾക്ക് പെരുമാറാം. അവിടെ ഒന്നുമില്ല എങ്കിൽ പോലീസ് അവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു സംശയം ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിനകത്ത് പോലീസ് ഉന്നയിക്കുകയാണെങ്കിൽ അയാൾക്ക് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്ന ഉള്ളൂ. അവന് പകരം അത് അടച്ചു വെച്ചിട്ട് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക, ഒരു എന്തൊക്കെയോ കാര്യങ്ങളില്ലാത്തൊരു സംശയം ഉണ്ടാകുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പോലീസിൻ്റെ അവിടുന്ന് ഈ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ തിരിച്ചു വരുന്നത് വളരെ ശക്തനായിട്ടായിരിക്കും. അയാൾക്കെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ എത്തുന്നൊരു നിഗമനം എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്രകാരമുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇല്ലാതായി പോകും എന്നുള്ളതാണ്. മാത്രമല്ല വലിയ ശക്തമായ നിയമ പിന്തുണയൊക്കെ അയാൾക്കുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ട് അയാളൊരു സമ്പന്നൊക്കെ ആയിട്ടുള്ള ആളായിരിക്കും. അയാൾക്ക് നാച്ചുറലി നല്ല നിയമോപദേശം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരിക്കൽ 2015 ഈ കൊക്കൈൻ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അയാൾക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടാകാൻ വേണമെങ്കിൽ പോലീസിനെ കാണുമ്പോൾ പെട്ടെന്ന് ഭയന്നിട്ട് ഓടുകയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് കോടതിയിൽ അങ്ങോട്ടേക്ക് വാദിച്ചു കഴിഞ്ഞാലും വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഊരിപ്പോരാവുന്ന ഒരു കേസ് മാത്രമായിട്ട് അത് അവസാനിക്കും. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ദിസ് ഇസ് എ വാർണിംഗ് ടു ദി സൊസൈറ്റി. കാരണം എന്താ വെച്ചാൽ സമൂഹം ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഞാനതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരാം. പക്ഷേ സമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അടി കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം അതിശക്തമായി പുറത്തു നിൽക്കുന്നു. ആ പിന്തുണയിൽ അഭിരമിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുന്നു. എന്നുവെച്ചാൽ ആരെയും എന്തും വിളിച്ചു പറയാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചുകൊണ്ട് എത്ര മോശമായിട്ടാണ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയൊക്കെ പെരുമാറിയിട്ടുള്ളത്. അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ വിനയൻ പറയുന്നുണ്ടായിരുന്നു എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ലൈക്കുകൾ കിട്ടി നല്ല രീതിയിൽ ആളുകൾ കൈയടിച്ച് തമ്പുമൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള ഇമോജികൾ ഇട്ടിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെന്നുപെടുന്ന അബദ്ധം അവർ ചെന്നുപെടുന്നു എന്ന് മാത്രമല്ല, അവരൊരു പ്രത്യേക മാതൃകയായിട്ട് സൊസൈറ്റിയിൽ മാറുകയാണെന്ന്. എനിവൺ ക്യാൻ ഡു എനിത്തിങ്, എനിവൺ ക്യാൻ സ്പീക്ക് എനിത്തിങ്, എനി റബ്ബിഷ് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. ആ അർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ കേസിനെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ലഹരി പ്രശ്നം മാത്രമായിട്ടല്ല കാണുന്നത്. നമ്മുടെ സൊസൈറ്റിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന അപകടകരമായൊരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തെ കാണുന്നത്. പോലീസിന് മെല്ലെപ്പോക്കോ എന്നാണ് ചോദ്യം. സ്മൃതി, നാളെ 3 മണിക്ക് ഹാജരാകുമെന്ന് പറയുന്നു. 10 മണിക്ക് നോട്ടീസ് കൊടുത്തു പോലീസ്. പക്ഷേ അച്ഛൻ പറയുന്നത് ഇതിനെ ഓലപ്പാമ്പൊന്നും കണ്ട് ഭയക്കില്ല എന്നാണ്. 10 കൊല്ലം കേസ് നടത്തിയതല്ലേ എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചോദിക്കുന്നത്. നമ്മുടെ ചോദ്യം പോലീസിന് മെല്ലെപ്പോക്കാണെന്നുള്ളത്, അടിമുടി മെല്ലെപ്പോക്കാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ അങ്ങനെ പറയാം. കാരണം ഈ കേസിൽ നിന്ന് സുഖമായിട്ട് ഊരി പോരുകയാണല്ലോ ചെയ്തത്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. 2015 ഈ കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു. 10 ഗ്രാം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. അതിനുശേഷം അറസ്റ്റ് നടക്കുമ്പോൾ അത് സ്ത്രീകളും ഉണ്ടായിരുന്നു, മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിശോധിക്കാൻ അവിടെ ഒരു ലേഡി ഗസ്റ്റഡ് ഓഫീസർ വേണം, അതുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അതിലൊരു വീഴ്ച പറ്റി. യഥാർത്ഥത്തിൽ ഈ NDPS ആക്ട് ഗുരുതരമായ വകുപ്പുകളാണ്. ആ ഗുരുതര വകുപ്പുകൾ ചുമത്താവുന്ന ഒരു കേസാണ് കയ്യിൽ നിന്ന് കളഞ്ഞത്. വനിതാ പോലീസുകാരുടെ തന്നെ മൊഴിയിലെ വൈരുദ്ധ്യം അതൊരു പ്രശ്നം. രക്തപരിശോധന നടത്തിയത് വളരെ വൈകിട്ടാണ്. അപ്പോഴേക്കും ആ തെളിവുകളൊക്കെ പോയി. അപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം അപ്പോൾ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ അന്ന് തന്നെ 2015
2015 ഈ കേസ് വന്ന സമയത്ത് തന്നെ അന്ന് കേരളം മുഴുവൻ ഞെട്ടിയതാണ്. കാരണം സിനിമാ താരങ്ങൾ അടങ്ങിയ ഒരു സംഘത്തെയാണ് പിടികൂടുന്നത്. അന്ന് തന്നെ സിനിമാ സെറ്റുകളിൽ കൂടുതൽ താരങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നും സിനിമാ സെറ്റുകളിലൊക്കെ പരിശോധന നടത്തുമെന്നും ഈ ഷാഡോ പോലീസ് പോകുമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ സാഹചര്യം ഒന്നുകൂടി വേഴ്സ്റ്റായി എന്നല്ലാതെ ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടില്ല. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞ കണക്ക് പ്രകാരം ശരിയാണ്, ഇന്ന് പോലും ലഹരി മാഫിയക്കെതിരെ വിവരം കൊടുത്ത 2 സഹോദരങ്ങളെ അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച വാർത്ത നമ്മൾ കാണുന്നുണ്ട്. ഈ തരത്തിൽ ലഹരി മാഫിയ പിടികൂടാൻ അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യുന്നവരെ പിടികൂടാനൊക്കെ വളരെ വേഗത്തിലൂടെ നടപടികളിലൊക്കെ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത് വേഗത്തിലുമാണ്. പക്ഷേ സിനിമാ മേഖലയിലേക്ക് കടക്കുമ്പോൾ അതിൽ വേറൊരു സ്വഭാവം വരികയാണ്. അവിടെ തൊടേണ്ടതില്ല, അവിടെ തൊടാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ട്. അവർക്കുമുണ്ട് അവരെ തൊടില്ല എന്നുള്ള തോന്നൽ. ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്ക ഇന്നലെ പോലീസിനെ പരിഹസിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് ചാടി സാഹസികമായി ഓടി ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെത്തുമ്പോഴും ഇതിനിടയ്ക്ക് നമ്മൾ ആ വാർത്തകൾ കൊടുക്കുമ്പോഴും അതിനിടയ്ക്ക് ചർച്ച നടത്തുമ്പോഴൊക്കെ എത്ര തവണ അയാൾ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഈ സമൂഹത്തെ വെല്ലുവിളിച്ചു, ഇവിടുത്തെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ നിയമ സംവിധാനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. എന്നെ തൊടാൻ പറ്റില്ല എന്നുള്ള വെല്ലുവിളി, പരിഹാസം നിറഞ്ഞ പടങ്ങൾ അയാൾ ഇടുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ അയാൾക്ക് ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ തരത്തിൽ യൂട്യൂബിലൂടെ ചില സിനിമ ഓൺലൈൻ സംവിധാനങ്ങൾ അയാളുടെ ഇൻ്റർവ്യൂ എടുത്ത് അയാൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോഴും അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ മാതിരി സിനിമയിൽ ഡ്രഗ് അഡിക്റ്റായി അഭിനയിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അഭിനയിച്ചാൽ എന്താണ്, കുറച്ചുകൂടി സ്വാഭാവികത കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഒരു പ്രോത്സാഹനം കിട്ടുന്ന പോലെ ഇപ്പോഴത്തെ യുവതലമുറ എത്രത്തോളം അതിലേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക നിൽക്കുമ്പോഴാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള പ്രതികരണം വരുന്ന. അയാളിപ്പോൾ നല്ല സക്സസ്ഫുൾ ആയ ഒരു നടനായി മുന്നോട്ട് പോകുന്നു, അയാൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മൾക്കും ആകാമെന്നുള്ള തോന്നൽ അത് കാണുന്നവർക്കുണ്ടാകും. അതാണ് അയാൾ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഒരു സംഭാവന. ഇപ്പോൾ പോലീസ് മറ്റൊരു പ്രതിയെ തിരഞ്ഞ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ തിരഞ്ഞു പോയപ്പോഴാണ് ഈ ഹോട്ടൽ രജിസ്ട്രിയിൽ ഇയാളുടെ പേര് കാണുന്നത്. അവിടെ പോയി ഹോട്ടലിന് മുറിയിൽ മുട്ടുമ്പോഴാണ് ഇയാൾ ചാടിപ്പോകുന്നത്. ശരിയാണ്, കേസില്ല. അപ്പോൾ പോലീസ് ഇപ്പം നാളെ വിളിപ്പിക്കുന്നത് ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ പോലെ രക്തപരിശോധനയുടെ സമയം കഴിയുന്നില്ല, രക്തപരിശോധന ഒന്നുമില്ല. എന്തിനാണ് ഓടിപ്പോയതെന്ന് അന്വേഷിക്കാനാണ് പോലീസ് വിളിക്കുന്നത്, വേറെ കേസൊന്നുമില്ല. എന്തിനു ഓടിയെന്ന് ചോദിക്കാൻ മാത്രമാണ് നാളെ വിളിക്കുന്നത്, വേറെ ഒരു കേസും ഇല്ല. അതാണ് പോലീസ് പറഞ്ഞ ന്യായം. വളരെ സാങ്കേതികമായ രൂപത്തിലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ MP രാജേഷ് പറഞ്ഞു, ക്രെഡിബിളായ വിവരം കിട്ടിയാൽ റെയ്ഡ് നടത്തും. ക്രെഡിബിളായ വിവരം ഏതെങ്കിലും സിനിമാ സെറ്റിൽ നിന്നും പോകുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ അറിയുന്ന ഒരു ഷൈൻ ടോം ചാക്കോ, ഒരു ശ്രീനാഥ് ഭാസി, ഈ 2 പേരുകൾ തുടർച്ചയായി കേൾക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട 2 പേർ പിടിയിലായപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ ഈ 2 താരങ്ങൾക്ക് കൊണ്ടുവന്നതാണ് എന്ന്. ആ 2 പേരിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ്. യഥാർത്ഥത്തിൽ ആ 2 പേരുകൾ മാത്രമാണോ? നമുക്കറിയാത്ത വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ പോലും ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ അഭിലാഷ് പിള്ള എന്ന ഒരു തിരക്കഥാകൃത്ത് പറയുകയാണ്, ഒരു നടനോട് സിനിമയുടെ കഥ പറയാൻ പോകുമ്പോൾ അതിലൊരു കഞ്ചാവ് ഉപയോഗിച്ച ഒരു താരം അല്ലെങ്കിൽ ഹീറോ ഒരാളെ കൊല്ലുന്നതാണ് കഥ. കഞ്ചാവ് ഉപയോഗിച്ചാൽ അങ്ങനെയൊന്നും കൊല്ലാൻ തോന്നില്ല, അതിന് വേറെ സാധനം ഉപയോഗിക്കണം. ആ സാധനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഒരു ക്ലാസ്സാണ്, അതെങ്ങനെയാണ് ആ മയക്കുമരുന്ന് പ്രവർത്തിക്കുക എന്നുള്ള ക്ലാസ് കൊടുക്കുന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം. ആ താരത്തെ വേണ്ടെന്ന് വയ്ക്കുന്നു. ആ താരം ഇപ്പോൾ നല്ല സജീവമായി തന്നെ സിനിമയിലുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. നമ്മൾ ആരുടെയും പേരൊന്നും പറയുകയില്ല, ഞാൻ പറയുന്നത് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ വിൻസിയെ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ച് വിൻസിയോട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞ് നല്ല ചുറുചുറുക്കോടെ, ഇതൊരു ഭയങ്കര ഊർജ്ജം തരുന്നതെന്നാണല്ലോ പറയുന്നത്. ആ ഊർജ്ജത്തോടു കൂടി അഭിനയിക്കുന്നവർ ആ സിനിമാ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, വളരെ നന്നായി അഭിനയിച്ചു പോകുന്നു. അപ്പോൾ അവർക്ക് പരാതിയുമില്ല. ഈ രൂപത്തിൽ ഇതിങ്ങനെ പോവുകയാണ്. അത് ഉപദ്രവത്തിലേക്കും അല്ലെങ്കിൽ അയാളുടെ തന്നെ ശാരീരികമായ പ്രശ്നങ്ങളിലേക്കും പോകാൻ ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമായിരിക്കും. അതുവരെ ആരും പരാതിപ്പെടില്ല. അപ്പോൾ ഈ സിനിമാ രംഗത്തെ സംഘടനകൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ വിൻസിയുടെ റിട്ടേൺ പരാതി ഈ താരസംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഫിലിം ചേംബറിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിന്മേൽ നടപടി എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയെ കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തുമായിരിക്കും. അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നുണ്ടോ, മുഴുവനായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ ചോദ്യമുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ ഇപ്പോൾ തെളിവൊന്നും കിട്ടില്ല. വിൻസി ആണെങ്കിൽ ഇതിപ്പോൾ പോലീസ് കേസാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിൻസി അങ്ങനെ പറഞ്ഞു എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു പുറത്ത് സമൂഹ മാധ്യമത്തിലൂടെ അവർ പ്രതികരിച്ചു കഴിഞ്ഞു, വാർത്താ മാധ്യമത്തിലൂടെ തന്നെയാണ് അവർ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലൈംഗിക ചുവയോടെ സംസാരിച്ചിരുന്നു. പോലീസിന് സ്വന്തം നിലയ്ക്ക് കേസെടുക്കാമല്ലോ. വിൻസിയുടെ പരാതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. പ്രധാനപ്പെട്ട അഭിഭാഷകനാണ് ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇയാളിത് ഊരിപ്പോരുക
പോരുകയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് വരികയും ചെയ്യും. ഒരു പക്ഷേ ഒരു ശ്രീനാഥ് ഭാസി മാറ്റി നിർത്തപ്പെടുകയായിരിക്കും. ഷൈൻ ടോം ചാക്കോ നല്ല നടനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീനാഥ് ഭാസി അതെ നല്ല നടനാണ്, ഒരുപാട് കഴിവുള്ളവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ അവരെ ഈ തരത്തിൽ ലഹരി അവരെ ശാരീരികമായും മാനസികമായും പിടികൂടി എന്നതിൻ്റെ തെളിവാണ് അസ്വാഭാവികമായി ഒട്ടും നോർമൽ അല്ലാത്ത രീതിയിലുള്ള അയാളുടെ പ്രതികരണം തന്നെ. അപ്പോൾ അത് ചെറിയ രീതിയിലല്ല സമൂഹത്തെ ബാധിക്കുക എന്നുള്ള അറിയേണ്ടതുണ്ട്. സിനിമാ മേഖല ഈ കാര്യത്തിൽ എങ്ങനെയാണ് അവരുടെ സിനിമാ മേഖലയിൽ നിന്നും ഈ ലഹരി മാഫിയയെ മാറ്റി നിർത്താൻ പോകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമാകും. അങ്ങനെ ചെയ്യുമോ? അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ്. ഇയാൾ ഇനി സിനിമയിലേ വേണ്ട എന്ന തീരുമാനമാണോ അതിൽ ഏറ്റവും ഗുണകരമാവുക എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? സിനിമാ മേഖലയെ തൊടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. പോകുന്നില്ല. വിവരങ്ങൾ കിട്ടിയ എത്ര ആളുകളുടെ കാര്യത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയില്ല ഇവിടെ ആരാണ് ഭരിക്കുന്നതെന്ന ഒരു വെല്ലുവിളിയൊക്കെ എ റഹീം MP നടത്തുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിയല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ സ്ഥലത്തു നിന്നും ഈ പറയുന്ന വിവരം കിട്ടിയിട്ടേ പരിശോധന പാടുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഈ ഫിലിം ചേംബർ തന്നെ പറയുകയാണ്, നിങ്ങൾ ഷാഡോ പോലീസിനെ അയച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന്. എല്ലാ സെറ്റിലേക്കും അങ്ങനെ അയക്കട്ടെ. ഷാഡോ പോലീസ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളെടുക്കട്ടെ. ഏതെങ്കിലും താരങ്ങൾ ഈ തരത്തിൽ ഇത് ഉപയോഗിച്ച് വലിയ താരങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇനി വേണ്ട എന്ന് തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു കർശന തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ അടിമുടി മെല്ലെപ്പോക്കാണെന്നുള്ളതാണ്. പോലീസിന് മെല്ലെപ്പോക്കോ എന്നാണ് ചോദ്യം. ഈ കേസിൽ പോലീസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഭയക്കുന്നത് കേരളത്തിലടക്കം ബോളിവുഡിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരുപക്ഷെ അന്തർദേശീയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന, നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു വലിയ ഡ്രഗ് കാർട്ടൽ കേരളത്തിൽ സജീവമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയത്തെ 3 രീതിയിൽ സമീപിക്കുന്നു. ഒന്ന്, ഈ ഡ്രഗ് കാർട്ടൽ എങ്ങനെയാണ് കേരളത്തെ ലഹരി മാഫിയ സിനിമയിലൂടെ അത് പ്രചരിപ്പിക്കാനുള്ളൊരു മാധ്യമമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ആഴമേറിയ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്പർ 2, ഈ വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് 2015 കൊക്കൈൻ കേസ് മുതൽ ഊരിപ്പോരുന്നത്, ഇപ്പോഴും കാണാമറയത്ത് ഷൈൻ ടോം ചാക്കോ നിൽക്കുകയും പോലീസ് മെല്ലെ പോകുന്നത് എങ്ങനെയാണ്? മെല്ലെപ്പോക്കാണ് എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. അത് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ വിശദീകരിക്കാം. മൂന്നാമത്തത്, ഇത്തരം സംഭവങ്ങളോട് എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സമൂഹം 2 വ്യത്യസ്ത രീതിയിലായി കഴിഞ്ഞു. പോളറൈസ്ഡ്, ഈ വിഷയത്തിൽ പോളറൈസ് ആവേണ്ട വിഷയമേ അല്ല ഇത് എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ പോലും പ്രതികരിക്കുന്നത് അങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. ആദ്യ ഭാഗത്തേക്ക് എത്തിയാൽ നോക്കൂ, ദക്ഷിണേന്ത്യൻ സിനിമകളിൽ പലപ്പോഴും അടുത്തിടെ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഒരു കാലത്ത് ബോളിവുഡ് സിനിമകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ ഡ്രഗ് കാർട്ടലുകളുടെ സ്വാധീനമുള്ള രംഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നായകൻ അമിതമായ ലഹരി ഉപയോഗിച്ച് അതിനെ നോർമലൈസ് ചെയ്യുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന, അതിനെ വലിയ ആവേശത്തോടു കൂടി തന്നെ കാഴ്ചക്കാരിലേക്ക് പകരുന്ന സീനുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ വളരെ ഹിറ്റായ ഒരു സിനിമ, ആ ഹിറ്റായ സിനിമയിലെ ഒരു പ്രത്യേക രംഗം മാറ്റി ചിത്രീകരിക്കാൻ വേണ്ടി ഈ ഡ്രഗ് കാർട്ടൽ ഈ പ്രൊഡ്യൂസറിനെ സമീപിച്ചുവെന്നും ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ, അതായത് സാധാരണ വില്ലൻ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നായകൻ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ ഉപയോഗിക്കുകയും അത് തുടർച്ചയായിട്ട് ടീസറുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യൻ സിനിമകളിൽ മാത്രമായി ഒരു വർഷം 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിസ്ഗൈസ് പ്രച്ഛന്ന വേഷത്തിൽ ഇതേപോലെ ഡ്രഗ് കാർട്ടൽ നടത്തുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നേരിട്ടവർക്ക് പരസ്യം ചെയ്യാൻ കഴിയില്ല. ഇതിനെ നോർമലൈസ് ചെയ്തെടുക്കണം, വിപണി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സിനിമ ഒരു ഏറ്റവും മികച്ച മാധ്യമമായി മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ പണ്ട് പറയാറില്ലേ, സിനിമയിൽ കണ്ടിട്ട് നായകൻ സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ കുട്ടിക്കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് സിഗരറ്റോ ബിയറോ മദ്യമോ അല്ല ഇവർക്ക് പ്രചരിപ്പിക്കുന്നത്. വേഷത്തിന്റെ ഫാഷൻ ആരാ തീരുമാനിക്കുന്നത്? സിനിമയാണ്. അപ്പം ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങൾക്ക് കള്ളിന് പരസ്യം കൊടുക്കാൻ കഴിയില്ല, പക്ഷെ കള്ളിന്റെ പേരിലുള്ള ഒരു കമ്പനിയുടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ പരസ്യം കൊടുക്കാം. നിങ്ങൾക്ക് സിഗരറ്റിന് ഇപ്പോൾ പരസ്യം കൊടുക്കാൻ കഴിയില്ല. നേരത്തെ സിഗരറ്റിന് പരസ്യം കൊടുക്കാമായിരുന്നു. നമ്മൾ കണ്ടതല്ലേ സിസേഴ്സിന്റെ പരസ്യം, ഷാമിനാറിന്റെ പരസ്യങ്ങൾ കണ്ടതല്ലേ, ദിനേശ് ബീഡിയുടെ പരസ്യങ്ങൾ കണ്ടതല്ലേ. പക്ഷേ ഇന്നിപ്പോൾ ഒരു ലഹരിക്ക് MDMAക്ക് നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ലഹരി മാഫിയ അവരുടെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുക? ഏറ്റവും ജനപ്രിയമായ മാധ്യമത്തിൽ ലഹരി എന്നുള്ളത് വളരെ സാധാരണ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണെന്നും അത് നായകന്റെ ഹീറോ പരിവേഷത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നുമുള്ളത് പ്രേക്ഷകനിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഒരു വർഷം 400 കോടി രൂപ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ വിവിധ ഡ്രഗ് കാർട്ടലുകൾ പ്രതിനിധീകരിച്ച് സിനിമയുടെ തിരക്കഥയിൽ, ചിത്രീകരണത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ സാങ്കേതികമായ പ്രയോഗം അങ്ങനെയാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സാധാരണ ഒരു പരസ്യ വസ്തു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ നായകനോ വില്ലനോ നിരന്തരം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ വരിക. മലയാള സിനിമയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്.
ഒമർ ലുലുവിൻ്റെ ഒരു സിനിമയുണ്ട്, നല്ല സമയം എന്ന് പറഞ്ഞൊരു സിനിമ. ഈ സിനിമയ്ക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു, കേസെടുത്തിട്ടുണ്ട് ഒമർ ലുലുവിനെതിരെ. എന്തായിരുന്നു എന്നറിയാമോ? ആ സിനിമയുടെ ടീസറിൽ ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ, MDMA, സ്റ്റാമ്പ്, ഇത് രണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ ടീസറിൽ ഉൾപ്പെടുത്തി. ഒടുവിൽ ഒമർ ലുലുവിന് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. നല്ല സിനിമ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉദാഹരണ സഹിതമാണ് ഞാൻ ഈ പറയുന്നത്. ഈ നല്ല സമയം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്, അത് കേരളത്തിലെ ഒരു എക്സാമ്പിളാണ്. പക്ഷേ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഇത് വ്യാപകമായി, സിനിമയിൽ നായകൻ ലഹരി ഉപയോഗിക്കുന്ന, കയ്യിൽ നിന്ന് വലിച്ചു കയറ്റി ആവേശം ഉൾക്കൊണ്ട് വില്ലനെ ഇടിച്ചു താഴ്ത്തിയിടുന്ന രംഗങ്ങൾ സിനിമയിൽ ഉപയോഗിക്കുന്നത് ഈ ഡ്രഗ് കാർട്ടലുകളുടെ സ്വാധീനം കൊണ്ടാണ്. അതായത് ലഹരിയുടെ പരസ്യമായി സിനിമ മാറുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ. എൻ്റെ അടുത്ത് മലയാളത്തിലെ വളരെ പ്രസിദ്ധയായ ഒരു നടി പറഞ്ഞിട്ടുണ്ട്, അവർ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ വളരെ പ്രശസ്തരായ ചില നടന്മാർ, ആ നടന്മാരിൽ ഇവരുടെയൊക്കെ പേരുണ്ട്, അവർ സിനിമയിൽ ഈ ലഹരി ആ സെറ്റിൽ എത്തിച്ച് വിപണനം നടത്തുന്നവർ കൂടിയാണ് എന്നാണ്. ഇവരെ സമീപിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് വേണോ എന്ന് ചോദിച്ച് ലഹരി ഈ പുതുതലമുറ അഭിനയിക്കുന്ന സെറ്റുകളിൽ ലഹരി കച്ചവടം നടത്തുക കൂടി ചെയ്യുന്നുണ്ട്. ചില സിനിമയുടെ സെറ്റുകളിൽ അതാണ് സുരേഷ് കുമാർ പറഞ്ഞത്, കാരവനിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയില്ല. കാരവനിലേക്ക് കയറുമ്പോൾ പുകച്ചുരുളാണ്, ഇതിന്റെ മണമാണ് അടിച്ചത്. ഈ യൂസേഴ്സ് കാരിയേഴ്സ് ആണ്. ഞാൻ ബലമായി സംശയിക്കുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ ഒരു യൂസർ മാത്രമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരൊക്കെ ഈ പറയുന്ന ഡെക്കാർട്ടലുകൾ എങ്ങനെയാണ് പുതിയ താരങ്ങൾക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത്, നടിമാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. മലയാളത്തിൽ ഇത് ഉപയോഗിക്കുന്ന ചില നടിമാരുണ്ട്. ഈ നടിമാരും നടന്മാരും ഈ ഷൈൻ ടോം ചാക്കോ 2015 അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കലൂരിലെ കടവന്ത്രയിലെ ഫ്ലാറ്റിൽ 4 സ്ത്രീകളുണ്ടായിരുന്നു ഈ ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം. 4 പേരും ഷൈനിൻ്റെ സുഹൃത്തുക്കളാണ്. അതിലൊരാൾ സഹസംവിധായികയാണ്, മറ്റൊരാൾ ഈ സിനിമയുടെ തന്നെ പ്രൊഡക്ഷൻ സെറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഈ സിനിമയുടെ സെറ്റിൽ ഇതിഹാസ എന്ന സിനിമയാണെന്ന് തോന്നുന്നു, അതിൻ്റെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. മറ്റൊരാൾ ഫാഷൻ ഡിസൈനർ ആയിരുന്നു. ആ ഫാഷൻ ഡിസൈനർ ആയിരുന്നു ഒന്നാമത്തെ പ്രതി. പക്ഷേ അവിടെ പോലീസിന് ഗുരുതരമായി വീഴ്ച പറ്റി. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്താ വീഴ്ച? ഒന്നാമത്തെ പ്രതിയായി ഈ മോഡൽ ഒരു വനിതയാണെന്ന് അറിഞ്ഞിട്ടും അവിടെ ആ മോഡലിൻ്റെ ശരീരത്തിൽ നിന്ന് ലഹരി പദാർത്ഥം വീണ്ടെടുക്കുമ്പോൾ അവിടെ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസർ വേണം. അവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തുമ്പോൾ നോക്കൂ, കേരളത്തിലെ ജനങ്ങൾ ഈ കേസ് വിശദമായി പഠിക്കേണ്ടതാണ്. ഈ ഷൈൻ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് കേരള പോലീസ് തോറ്റുകൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കേണ്ടതാണ്. എന്താ സംഭവം എന്നറിയാമോ? ഈ 2015 ജനുവരിയിൽ ഈ റെയ്ഡിന് ചെല്ലുമ്പോൾ, അർദ്ധരാത്രിയിലാണ് റെയ്ഡിന് ചെല്ലുന്നത്. 22 ദിവസം ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് ഈ സംഘം അവിടെ എത്തുന്നത്. ആ സമയത്ത് ചെല്ലുമ്പോൾ ഇവർ 4 പേരും ഷൈൻ ടോം ചാക്കോയും ഉണ്ട്. ഫ്രിഡ്ജിൽ നിന്നാണ് 10 പാക്കറ്റ് കൊക്കൈൻ കണ്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആ കേസിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ്. അവരെ കാണുമ്പോൾ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഈ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചാൽ കോടതിയിൽ അത് തെളിവല്ല. അതുകൊണ്ട് എന്ത് വേണം? ഇവരെ അടിയന്തരമായി രക്തപരിശോധന നടത്തണം. സമയപരിധി കഴിഞ്ഞിട്ടാണ് രക്തപരിശോധന നടത്തിയത്. അതുകൊണ്ട് ഇവര് ഈ കൊക്കൈൻ ദേഹപരിശോധന നടത്താൻ പറ്റിയില്ല. ദേഹപരിശോധന നടത്തിയപ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിന് പകരം അവിടെ ഉണ്ടായിരുന്നത് ഒരു പുരുഷ ഗസറ്റഡ് ഓഫീസറായിരുന്നു. കോടതിയിൽ അത് തിരിച്ചടിയായി. നിങ്ങൾ നോക്കൂ, ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെടുത്തതാണ് 10 പാക്കറ്റ് കൊക്കൈൻ. എന്നിട്ട് അത് കോടതിയിലേക്ക് എത്തുമ്പോൾ അതിന് തെളിവില്ല എന്ന് കണ്ട് വിടേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കേരള പോലീസ്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അതിനൊരു മൊഴി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ മൊഴി എന്നറിയാമോ? അതായത് ആ സ്ഥലത്ത് നിന്ന് ഇത് കണ്ടെത്തിയെങ്കിലും പ്രതികളിൽ നിന്ന് കണ്ടെത്തി എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്നാണ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ കേസിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. അതായത് അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് സംഘം തന്നെ ഈ പ്രതികൾക്ക് അനുകൂലമായി മൊഴി കൊടുക്കുകയും വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു. നോക്കൂ എത്ര മേലാണ് ഇവരെ പർച്ചേസ് ചെയ്തത്. ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരു സെലിബ്രിറ്റി ഇൻവോൾവ് ആവുന്ന ഒരു കേസിലെ എല്ലാ മിനിറ്റും ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഒരു കേസിൽ, നിർണായകമായ ഒരു കേസിൽ ഇത് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ 22 ദിവസം നിരീക്ഷിച്ചത് സ്വാഭാവികമായി ഇത് എവിടെയാണ് കൃത്യമായി അയാൾ താമസിക്കുന്നത്, ഉപയോഗിക്കുന്നത് എവിടെയാണ്, അതുണ്ടാവും. ഇവിടെയും ഇടപെടൽ. നോക്കൂ, കേസ് പിടിച്ചു കഴിഞ്ഞ് വിവരമറിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അവിടെ പോയി മെഡിക്കൽ പരിശോധന നടത്തണം. ആ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ട സമയം എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? യൂറിനിൽ നിന്ന്, ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് ഇത് അപ്രത്യക്ഷമാവും. കാര്യം ചില ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6-7 മണിക്കൂർ മാത്രമാണ് ബ്ലഡിൽ കാണുക. അത് യൂറിനിൽ കാണുന്നത് 24, 48, 72 മണിക്കൂറുകൾ എന്ന മട്ടിലാണ്. ആ
സമയപരിധി കടന്നിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ച കേസാണ് കൊക്കൈൻ കേസിൽ. അതാണ് കോടതി ആവർത്തിച്ചു പറയുന്നത്. ഈ കേസിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും അത് സമർത്ഥമായി പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയാതെ പോയതിൽ അന്വേഷണ സംഘം വരുത്തിയ വീഴ്ചയാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയി, അതാണ് ഗുരുതരമായ വീഴ്ച. അതൊടുവിൽ ഇവർക്ക് അനുകൂലമായി. ഇല്ലെങ്കിൽ ഇപ്പോൾ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ട ആളാണ് ഇയാൾ. കാര്യം NDPS ആക്ട് എന്ന് പറയുന്ന ചെറിയ ആക്ട് അല്ല, BNSന് മുകളിൽ നിൽക്കുന്ന സ്പെഷ്യൽ ആക്ട് ആണ്. ഈ സ്പെഷ്യൽ ആക്ടുകൾ അത് പോക്സോ ആണെങ്കിലും ശരി, NDPS ആണെങ്കിലും ജാമ്യമില്ലെന്ന് മാത്രമല്ല, ഇതിൽ BNS പ്രകാരം നോട്ടീസ് കൊടുത്ത് വിളിച്ച് ക്ഷണിച്ചു വരുത്തേണ്ട ഒരു അതിഥിയൊന്നുമല്ല. NDPS സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ എന്ന് പറയുന്നത്, ഒരു ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത്, ഈ നാടിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ അല്ലേ? അയാളെ നോട്ടീസ് കൊടുത്താണോ വിളിച്ചു വരുത്തേണ്ടത്? അതാണ് 2015 കൊക്കൈൻ കേസിൽ സംഭവിച്ചത്. നോക്കൂ, ഈ കേസിൽ മെല്ലെപ്പോക്കുണ്ട് എന്ന് പറയാൻ എനിക്ക് 3 വാദങ്ങളാണ്. ഒന്ന്, തസ്ലിമ സുൽത്താന ആലപ്പുഴയിൽ പിടിയിലാകുന്ന സമയത്ത് ഹൈബ്രിഡ് കഞ്ചാവ് താൻ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന 2 സിനിമാ മേഖലയിലെ പ്രമുഖരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊരാളുടെ പേര് ഈ പറയുന്ന ശ്രീനാഥ് ഭാസി എന്നാണല്ലോ, മറ്റൊരാളുടെ പേര് ഷൈൻ ടോം ചാക്കോയല്ലേ. ഒരു പ്രതി താൻ കൊണ്ടുവരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊടുത്തിരുന്നത് മറ്റൊരാൾക്കാണ് എന്ന് പറയുമ്പോൾ NDPS ആക്ട് പ്രകാരം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കാൻ പോലീസിന് എന്താ തടസ്സം? കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തൂടെ? നിങ്ങളൊരു പ്രതിയിൽ നിന്ന് നിർണായകമായൊരു മൊഴി നിങ്ങൾക്ക് കിട്ടുന്നു. ആ മൊഴി പ്രകാരം NDPS ആക്ടിലൂടെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വ്യാപാരത്തിൽ ഇയാൾക്ക് എന്താണ് പങ്കെന്ന് അറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും കോടതിയെ സമീപിച്ചിട്ടില്ല. പകരം നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോകുക. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ ഇത് കല്യാണോ ഈ പറയുന്ന ഗൃഹപ്രവേശമൊന്നുമല്ല. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതിയെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോവുകയാണ്. അപ്പോൾ സുൽത്താന കേസിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ് ഈ ഷൈൻ ടോം ചാക്കോനെ, പക്ഷേ എടുത്തില്ല. ഇനി ഈ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ, ആ വെളിപ്പെടുത്തലും ഈ സുൽത്താനയുടെ വെളിപ്പെടുത്തലും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് 2 മൊഴികളും കൊറാബറേറ്റ് ചെയ്യുന്നത് ഒരാളിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ നിമിഷം വരെയും അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അനുമതി തേടുന്നില്ല? കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ എന്താ പ്രശ്നം? മൊഴി എടുക്കാൻ വേണ്ടി വിളിപ്പിക്കുമ്പോൾ അയാൾക്ക് സമയം നീട്ടി നൽകാം, അയാൾക്ക് സമയം ആവശ്യപ്പെടാം. നോക്കൂ, 10 മണിക്ക് ഹാജരാകാൻ പോലീസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോ 10 മണിക്ക് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നു. 3 മണിക്കാണ് പറഞ്ഞത്. അച്ഛൻ എന്താ പറയുന്നത്? 3 മണിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്താ ഈ 3 മണിയുടെ പ്രാധാന്യം? ഉണ്ണിബാലകൃഷ്ണൻ, നമ്മൾ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നതെന്ന ബുധനാഴ്ച വൈകുന്നേരമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. വ്യാഴാഴ്ച ആയപ്പോൾ 24 മണിക്കൂർ, വെള്ളിയാഴ്ച ഈ സമയം നമ്മൾ സംസാരിക്കുന്ന സമയമാകുമ്പോൾ 48 മണിക്കൂർ, നാളെ 12 മണിക്കൂർ കൂടെ കഴിയും, നാളെ 10 മണിയാകുമ്പോൾ. അപ്പോൾ 60 മണിക്കൂർ. അത് കഴിഞ്ഞ് പിന്നീട് 5 മണിക്കൂർ, 65 മണിക്കൂറായി കഴിഞ്ഞു. നോക്കൂ, ഇവിടെയാണ് ഇതിനകത്തെ കൗതുകം കിടക്കുന്നത്. 65 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഇനി എന്ത് കണ്ടെത്താൻ വേണ്ടിയാണ് പോലീസ് പോകുന്നത്? അതാണ് ഏറ്റവും പരിശോധനയുണ്ടോ? ദേഹപരിശോധന നടത്താം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. സംശയിക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തടസ്സമില്ല. കേസ് വേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കൂ, ഒരു കേസ് അവിടെ കിടക്കുകയാണ്. ആ കേസ് വരുന്നതും ചാർജ് ഷീറ്റ് കൊടുക്കുന്നതും ഒക്കെ അന്തിമഘട്ടത്തിലാണ്. പക്ഷേ സുൽത്താനയെ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, വിൻസി കൊടുത്തിരിക്കുന്ന ഒരു പരാതി കേട്ട് പോലീസിന് ഈ വിഷയത്തിൽ ഇയാളെ സംശയമുണ്ട് എന്ന് കരുതി ഒരു FIS ഇടുന്നതിന് ഒരു തടസ്സവുമില്ല. ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. ആ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വിൻസി കൊടുത്തിട്ടുണ്ട്. അത് പോലീസിനല്ല കൊടുത്തതെങ്കിലും സ്വിമോട്ടോ പോലീസിന് ഈ വിഷയത്തിൽ ഒരു കേസ് ചാർജ് ചെയ്യും. NDPSന്റെ പ്രൊവിഷൻ അതിനെ അനുവദിക്കുന്നുണ്ടെന്നേ. എന്തുകൊണ്ട് NDPSലെ ഈ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നില്ല? നോക്കൂ, 65 മണിക്കൂർ ആവും നാളെ 3 മണിയാകുമ്പോഴേക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ യൂറിൻ ടെസ്റ്റിലൂടെ പരമാവധി 65-68 മണിക്കൂർ വരെ മാത്രമേ ഇതിനകത്ത് ഈ അംശം ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, സുൽത്താനയുടെ മൊഴി നമ്മുടെ മുന്നിലുണ്ട്. സുൽത്താന ഹൈബ്രിഡ് കഞ്ചാവ് സ്ഥിരമായി എത്തിച്ചുകൊണ്ടിരുന്നയാൾ ഇയാളാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപഭോക്താവാണ് എന്ന് സുൽത്താനയുടെ മൊഴി പ്രകാരം നമ്മുടെ മുന്നിലുണ്ട്. ആ ഹൈബ്രിഡ് കഞ്ചാവ് 65 മണിക്കൂർ, പരമാവധി 68 മണിക്കൂർ വരെ മാത്രമേ ഉള്ളൂ. 66 മണിക്കൂറാവും നാളെ എന്ന് പറഞ്ഞാൽ അതാണ് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ ലീഗൽ അഡ്വൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ ലീഗൽ അഡ്വൈസ്. ആ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിൽ 65 മണിക്കൂർ പൂർത്തിയാക്കുക എന്നതാണ്. ഇനി ഉപയോഗിച്ചിരിക്കുന്നത് LSD ആണെങ്കിലോ യൂറിനിൽ 4 മണിക്കൂർ നീണ്ടു നിൽക്കും. എന്നാൽ ബ്ലഡിൽ ഇത് 12 മണിക്കൂർ മാത്രമാണ് നീണ്ടു നിൽക്കുക. മാജിക് മഷ്റൂം ആണെങ്കിലോ ഇത് യൂറിനിൽ 24 മണിക്കൂർ മാത്രമേ നിലനിൽക്കൂ. കൊക്കൈൻ ആണെങ്കിലോ ഇത് യൂറിനിൽ പരമാവധി 68 മുതൽ 70 മണിക്കൂർ വരെ മാത്രമേ നിലനിൽക്കൂ. MDMA ആണെങ്കിലോ 4 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ഒരുപക്ഷെ ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹെറോയിനോ അതല്ല ഹൈബ്രിഡ് കഞ്ചാവോ ആണെങ്കിൽ അത് ശരീരത്തിൽ പരമാവധി 68-69 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് 65 മണിക്കൂർ 66 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാവുക വൈകുന്നേരം 7 മണിക്കാണെന്ന്
ആണെന്ന് നമ്മൾ കരുതിയാൽ, അതായത് ബുധനാഴ്ച 7 മണിക്ക് ഹോട്ടലിൽ ഇയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സമയം പരിശോധിക്കുകയാണെങ്കിൽ നാളെ 3 മണിയാകുമ്പോഴേക്കും ഏകദേശം 68 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. അതായത് നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ട് ഹൈബ്രിഡ് കഞ്ചാവ് ആണെങ്കിലും ഹെറോയിൻ ആണെങ്കിലും ഉപയോഗിച്ചാൽ അത് യൂറിനിലൂടെയോ രക്തത്തിലൂടെയോ തിരിച്ചറിയപ്പെടാനുള്ള സമയപരിധി കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് കേരള പോലീസ്. ഇത് മാത്രമല്ല, വന്നു കയറുന്ന ഉടനെ തന്നെ വന്നു കയറിയ ഉടനെ തന്നെ നമുക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാം എന്ന് പറയാൻ പറ്റില്ല. മൊഴിയൊക്കെ എടുത്ത് കുറേ സമയം എടുക്കില്ലേ? ഈ മൊഴിയെടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എന്താ ആദ്യത്തെ ചോദ്യം? താങ്കൾ എന്തിനാണ് ഡാൻസ് ഓഫ് ടീം വന്നപ്പോൾ ഓടിയത്? പുള്ളി പറയുന്നു, ഇത് വന്നത് ഡാൻസ് ഓഫ് ടീമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന നിയമോപദേശങ്ങളിൽ നിന്നാ. ആദ്യം ഡാൻസ് ഓഫ് ടീമിനെ കണ്ടിട്ടില്ല, പകരം സർവീസ് വേണോ എന്ന് ചോദിച്ചു. സർവീസ് വേണോ എന്ന് ചോദിച്ചപ്പോൾ സർവീസ് വേണ്ട എന്ന് പറഞ്ഞ്, ഞാനൊരു സിനിമയുടെ റിഹേഴ്സലായിരുന്നു. ആ സിനിമയുടെ റിഹേഴ്സൽ എനിക്കൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ഇടാനുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെ ഒരു രംഗം ചിത്രീകരിച്ചാൽ കൊള്ളാമെന്ന്. സ്വാഭാവികമായി ഞാൻ ചിത്രങ്ങളോട് പ്രതികരിക്കുന്ന ആളാണ്. ഇതേ നടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. എന്താണെന്നറിയാമോ? ലഹരി ഉപയോഗിക്കുന്ന സീൻ വരുമ്പോൾ കുറച്ച് ലഹരി അടിച്ചില്ലെങ്കിൽ ഒരു ഫീൽ കിട്ടില്ല എന്നാണ് ഈ നടൻ പറഞ്ഞിരിക്കുന്നത്. ഈ നടൻ വേറൊരു സമയത്ത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കോക്പിറ്റ് കയറി, എന്നിട്ട് എന്താണ് വിമാനമൊക്കെ നേരെ ചൊവ്വേ ഓടിക്കുന്നു നോക്കാൻ കയറിയതാണെന്നാണ് പിന്നീട് പറഞ്ഞത്. കേസെടുത്തു ഈ നടന്റെ പേരിൽ. കോക്പിറ്റിൽ കയറി അതിക്രമം കാണിച്ച നടനാണ്. ഈ പറയുന്ന ഓൺലൈൻ അഭിമുഖങ്ങളിൽ ഈ പറയുന്ന സാധാരണ മനുഷ്യരൊന്നും സംസാരിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും അതാണ് പറഞ്ഞത്, ലഹരി ഉപയോഗത്തെ നോർമലൈസ് ചെയ്യുന്ന, പ്രചരിപ്പിക്കുന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാളെ വിചിത്രമായ ഈ വാദങ്ങളൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാം. എനിക്ക് സിനിമ അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു, പരാതിയില്ലല്ലോ. PGS വേദാന്തയ്ക്ക് പരാതിയുണ്ടോ? ആ ഹോട്ടലുകാർ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. അത് സിനിമയിലെ ഒരുപാട് താരങ്ങളെ അവിടെ അവർ ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്നൊരു ടീമാണ് PGS വേദാന്ത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ ഉടമയ്ക്ക് പരാതിയില്ല, പിന്നെന്താ പ്രശ്നം? ഞാനെടുത്ത് ചാടി, അതൊന്ന് നോക്കിയതാണ്. അടുത്ത സിനിമയിൽ എനിക്ക് ഇങ്ങനെ ചാടേണ്ടി വരുന്നു, ഡ്യൂപ്പില്ലാതെ അഭിനയിക്കാൻ ഞാൻ റിഹേഴ്സൽ നടത്തി എന്ന് പറഞ്ഞാൽ പോലീസിന് ആ കാര്യത്തിൽ കേസെടുക്കാൻ പറ്റൂ. പക്ഷേ പ്രശ്നം അതല്ല, സുൽത്താനയുടെ മൊഴി അതവിടെ കിടക്കുകയാണ്. ആ മൊഴിയുമായി ബന്ധപ്പെടുത്തി എന്തുകൊണ്ട് പോലീസ് ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് ഈ പറയുന്ന പരിശോധന നടത്തിയില്ല? ശ്രീനാഥ് ഭാസി എന്തുകൊണ്ട് എടുത്തിട്ടില്ല? ഇതല്ലല്ലോ പല വട്ടമല്ലേ ഈ ശ്രീനാഥ് ഭാസിയുടെ പേര് നമ്മൾ കേട്ടത്? ക്രൗൺ പ്ലാസയിലെ ഓം പ്രകാശിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ? അപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ഈ താരങ്ങൾ. എന്ന് പറഞ്ഞാൽ താരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും മുട്ടിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്? മലയാള സിനിമയിലെ ചില സിനിമകളുടെ തീമുകൾ നമ്മൾ നോക്കൂ. എന്തിനേറെ ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്നത്? ആ സിനിമയിൽ അടിമുടിയുടനീളം മദ്യലഹരി ഇങ്ങനെ നിരന്തരം പതഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. തുടക്കത്തിൽ നായകൻ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം, ഏറ്റവും കൂടുതൽ നായകൻ പ്രത്യക്ഷപ്പെടുന്നത് ബോട്ടിലിനോടൊപ്പമാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം സിനിമകളും അത്തരം സിനിമകളിൽ അഭിനയിക്കുന്നവരും ലഹരിയെ നോർമലൈസ് ചെയ്യുകയും അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഡ്രഗ് കാർട്ടലുകളുടെ ഒരു വലിയ പരസ്യ ഇടമായി സിനിമ മാറുന്നു. ചില താരങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും രഹസ്യമായി അറിയാവുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. മലയാളത്തിലെ ചില സിനിമാ താരങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പല പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന താരങ്ങളടക്കം, പലതരത്തിൽ അഭിനയ മികവുള്ള താരങ്ങളടക്കം, പലതരത്തിൽ അവരുടെ എനർജി സിനിമകളിൽ ഉപയോഗിക്കുന്ന താരങ്ങളടക്കം, പലതരം എനർജിയും പലതരം സിനിമകളിലിടുന്ന താരങ്ങളടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അവർ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഈ താരങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് അന്വേഷണ സംഘത്തിന് മുട്ടിടിക്കുന്നത് ശരിയല്ല, മെല്ലെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അത് റഹീം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സർക്കാർ ഏതാണെന്ന് ഷൈൻ ടോം ചാക്കോ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. നല്ലതാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ടാണോ ഈ 3 മണിക്കൂർ സമയം വളരെ സുരക്ഷിതമായി കഴിയുന്നതാണ് എൻ്റെ ചോദ്യം. പക്ഷേ DYFI ആ പൊസിഷൻ എടുത്തിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവജന സംഘടനകളെല്ലാം ഇത്തരത്തിലുള്ള താരങ്ങളെ ബഹിഷ്കരിക്കുക എന്നതാണ്, ഇത്തരം താരങ്ങൾക്ക് കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഈ യുവജന സംഘടനകൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യവുമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ അച്ഛൻ്റെ അവസ്ഥയാണ്. ഒരു മകൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അങ്ങനെ അഡിക്റ്റ് ആവുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു അച്ഛൻ വന്ന് ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അത് ഒരു നല്ല സന്ദേശമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ ഇവരെ പിന്തുണയ്ക്കാൻ ഒരു വിഭാഗം എത്തുന്നു എന്നുള്ളത് വളരെ നിരാശപ്പെടുത്തുന്നു. അതെന്തിൻ്റെ പേരിലാണെങ്കിലും ലഹരിയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ പോലീസിന് മെല്ലെപ്പോക്കുണ്ട്. അതിന് പിന്നിൽ ആരുടെയെങ്കിലും സ്വാധീനമുണ്ടോ എന്ന കാര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യർ. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലരുടെയും പിന്തുണ ഇയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന് മെല്ലെപ്പോക്കുണ്ട്. ഇനിയും നമ്മുടെ സിനിമയെ ഒരു പരസ്യ ഇടമാക്കി, പരസ്യ പലകയാക്കി മാറ്റാൻ, ലഹരിയുടെ പരസ്യ പലകയാക്കി മാറ്റാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പോലീസിന് മെല്ലെപ്പോക്കോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്.
Meet the editors.